ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത തന്നെയാണ്. പാകിസ്ഥാന്റെ കനത്ത വ്യോമാക്രമണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ കടന്നു കയറി പാകിസ്ഥാൻ ഇന്നലെ ആരംഭിച്ച വ്യോമാക്രമണം ഇപ്പോഴും തുടരുന്നത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ ഇതിന് പറയുന്നത് തെഹ്രിക് താലിബാൻ പാകിസ്ഥാൻ TTP എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന താലിബാനിൽ നിന്നുകൊണ്ട് താലിബാനിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നു. അതിന്റെ തിരിച്ചടിയാണ് നൽകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പക്തിക, കുനാർ, ഖോസ്റ്റ് മേഖലയിലാണ് കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വസീറയിൽ, അതായത് വടക്കൻ വസീറിസ്ഥാനിലുള്ള ഒരു ഭീകരാക്രമണത്തിൽ 2 ഓഫീസർമാർ ഉൾപ്പെടെ 7 പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഈ വ്യോമാക്രമണം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നെന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പാക് പ്രതിരോധ മന്ത്രി ഖവാജ് ആസിഫ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ മണ്ണ് തങ്ങൾക്കെതിരെയുള്ള ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് സബിയുള്ള മുജാഹിദ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ്, ഏതാനും മണിക്കൂറുകൾക്കകം തങ്ങൾ അതിന് മറുപടി നൽകുമെന്ന് പറഞ്ഞു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിരൂക്ഷമായ രീതിയിലുള്ള ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ള സംഘർഷങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ തിരിച്ചു നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച. ഇതിനിടെ ഇറാനും ഈ പാകിസ്ഥാനിലെ മണ്ണിൽ കടന്നു കയറി ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. ഏതായാലും ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയ രാജ്യങ്ങൾ തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.